ഹലോ മക്കളെ, നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. 3 ദിവസം കൊണ്ട് കമ്പ്യൂട്ടർ മുഴുവനായിട്ടും റിവിഷൻ ചെയ്യാം എന്ന സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പത്തെ 2 ക്ലാസ്സിലും പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വെബ് ബ്രൗസർ, അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻ. PSC സ്ഥിരം ചോദിക്കാറുണ്ട് വെബ് ബ്രൗസർ ഏതാണ്, സെർച്ച് എഞ്ചിൻ ഏതാണെന്നൊക്കെ ചോദിക്കില്ല. നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ തന്നിട്ട് അതിൽ വെബ് ബ്രൗസർ ഏതാണ്, സെർച്ച് എഞ്ചിൻ എന്താണെന്നൊക്കെ ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെ ചോദിക്കാറുണ്ട് സാധാരണ. അതായത് ഇപ്പം ഇന്റർനെറ്റിന്റെ പിതാവ് ആരാണ്, അതുപോലെ WWW പിതാവ് ആരാണ്, പിന്നെ നമ്മുടെ വാട്സപ്പ് കണ്ടുപിടിച്ചത് ആര്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ PSC ഇപ്പോൾ അടുത്തല്ലെങ്കിലും സാധാരണ PSC ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അപ്പം അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിപ്പോണം. പിന്നെ അതേപോലെ തന്നെ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇന്റർനെറ്റിലെ തന്നെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് നമ്മൾ സ്പൂഫിങ്, പിന്നെ അതുപോലെ ഫിഷിങ്, പിന്നെ പലതരം വൈറസുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാനുണ്ട്. ഗവേണൻസിനെ കുറിച്ചിട്ട്, അതുപോലെ സോഷ്യൽ മീഡിയനെ കുറിച്ചിട്ട് വളരെ കുറച്ച് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് ഓടിച്ച് നോക്കി പോകാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇന്റർനെറ്റിനെ കുറിച്ച് പറയാണ്. എന്താണ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പ്യൂട്ടറുകൾ, അല്ലെ, ഒരുപാട് കമ്പ്യൂട്ടറുകളുടെ ശൃംഖല പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഒരു കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ശൃംഖലയാണ് നമുക്ക് ശരിക്കും ഇന്റർനെറ്റ് എന്ന് പറയാൻ സാധിക്കും. പലർക്കും ഈ ഇന്റർനെറ്റും WWWയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും സെയിം അല്ലേ എന്നൊക്കെ ഒരു സംശയം തോന്നും. പക്ഷെ അത് രണ്ടും സെയിം അല്ല. ഈ ഇന്റർനെറ്റ് വഴി ഈ വിവരങ്ങൾ കൈമാറാനുള്ള ഒരു സംവിധാനം മാത്രമാണ് WWW എന്ന് പറയുന്നത്, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. രണ്ടും രണ്ടാണ്. ഇന്റർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ അല്ലെ ഒരു പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കളക്ഷൻ, അല്ലെ, ഒരു ഇതാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കൂടി പരസ്പരം ഈ കമ്പ്യൂട്ടറുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം മാത്രമാണ് WWW എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് പേജ് ആണെന്നൊക്കെ നമുക്ക് പറയാം. അതായത് കുറെ പേജുകൾ കുറെ അല്ലെ ആണെന്ന് നമുക്ക് പറയാം ഈ WWW. ഈ ഇന്റർനെറ്റിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? വിൻഡൻ സർഫാണ്. ഇന്റർനെറ്റിന്റെ പിതാവ് വിൻഡൻ സർഫാണ്. എന്നാൽ നമ്മുടെ WWWയുടെ പിതാവ് ആരാണ്? അത് ടിം ബേർണേഴ്സ്ലി ആണ്. ടിം ബേർണേഴ്സ്ലി. അപ്പൊ ആ WWW എന്ന് പറയുന്നത് തന്നെ 3 W വരുന്നുണ്ട്, അല്ലെ, വേൾഡ് വൈഡ് വെബ്. അപ്പൊ അതേപോലെ തന്നെ പേര് പഠിക്കുക. എന്താണ്? ടിം ബേർണേഴ്സ്ലി, അല്ലെ, അങ്ങനെ 3 ആക്കി പഠിക്കുക. അപ്പൊ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അതേപോലെ തന്നെ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇന്റർനെറ്റ് ഉപയോഗിക്കുക എല്ലാം സെർച്ച് ചെയ്യാനാണ്, അല്ലെ, ഓരോന്ന് സെർച്ച് ചെയ്യാനാണ്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് നമുക്ക് വിൻഡൻ സർഫ് എന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പൊ ഇന്റർനെറ്റും WWW വേൾഡ് വൈഡ് വെബും രണ്ടും രണ്ടാണ്. ഇന്റർനെറ്റിലൂടെ പരസ്പരം ഡാറ്റ കൈമാറുന്നതിനുള്ള ഒരു സംവിധാനം മാത്രമാണ് WWW എന്ന് പറയുന്നത്. ഇനി ഇന്റർനെറ്റിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും PSC ചോദിക്കാറുണ്ട് ARPANET, അല്ലെ, ARPANETനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ARPANET എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് വികസിപ്പിച്ചെടുത്ത ഒരു ഇതാണ്, എന്താണ്, വികസിപ്പിച്ചെടുത്ത ഒരു പദ്ധതിയാണ്. ഒരു പദ്ധതിയുടെ ഭാഗമാണ് ARPANET എന്ന് പറയുന്നത്. അതായത് അവർക്ക് പരസ്പരം ഈ അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തിലുള്ള ആളുകൾക്ക് പരസ്പരം ഡാറ്റാസ് കൈമാറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണ് ARPANET എന്ന് പറയുന്നത്. ARPANETന്റെ ഫുൾ ഫോം എന്താണ്? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്. ചോദിക്കാറുണ്ട് അർപ്പാനെറ്റിന്റെ ഫുൾ ഫോം. നമ്മുടെ ഇന്റർനെറ്റിന്റെ മുൻഗാമിയാണ് ARPANET എന്ന് പറയുന്നത്. ARPANETന്റെ ഫുൾ ഫോം എന്താണ്? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക് ആണ്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക് എന്നുള്ളതാണ് ARPANETന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് ARPANET എന്ന് പറയുന്നത്. ഇതാണ് ഇന്റർനെറ്റിന് തുടക്കമിട്ടത്. ഇനി ഈ ARPANETലെ ഡാറ്റാസ് കൈമാറാൻ ഉപയോഗിച്ച പ്രോട്ടോകോൾ എന്ന് പറയുന്നത് TCP/IP തന്നെയായിരുന്നു. അപ്പൊ ഈ നിങ്ങൾ പ്രോട്ടോകോൾ, കമ്പ്യൂട്ടർ അറിയാത്ത ഒരാൾക്ക് ഈ പ്രോട്ടോകോൾസ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് സാധനമാണെന്ന് വിചാരിക്കില്ലേ? പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എന്താണ്, നിയമങ്ങളാണ്. ഒരു ഇന്റർനെറ്റിലെ പരസ്പരം ഡാറ്റാസ് കൈമാറുമ്പോൾ അവിടെ ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റിലേക്ക് ഡാറ്റാസ് കൈമാറുന്ന സമയത്ത് അവിടെ ഫോളോ ചെയ്യേണ്ട റൂൾസ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. അതിൽ TCP/IP പ്രോട്ടോകോൾസ് വെച്ചിട്ടാണ് ഈ ARPANETൽ ഉപയോഗിച്ചിരുന്ന പ്രോട്ടോകോൾ ഏതാണെന്ന് ചോദിച്ചാൽ തന്നെയാണ് TCP/IP പ്രോട്ടോകോൾ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്റർനെറ്റിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഈ TCP/IP പ്രോട്ടോകോൾ തന്നെയാണ്. ഇത് കൂടാതെ TCP/IP എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. TCPയുടെ ഫുൾ ഫോം എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നും IP എന്നുള്ളത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നുള്ളതാണ് TCP/IPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്.
ഇതേപോലെ തന്നെ FTP എന്ന് പറഞ്ഞിട്ട് പ്രോട്ടോകോൾ ഉണ്ട്. FTP അത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന റൂൾസ് ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ FTP എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ, HTTP എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഏതൊരു വെബ് പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും അവിടെ മുകളിൽ നമുക്ക് HTTP എന്ന് കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ HTTPS കൂടി ഉണ്ടായിരിക്കും. ഈ HTTP എന്ന് പറഞ്ഞാൽ എന്താണ്? HTTP എന്ന് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. എസും കൂടി വരുമ്പോൾ അവിടെ സെക്യൂർ എന്നുള്ള ഒരു വാക്കും കൂടി വരും. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. അതായത് നമ്മുടെ സാധാരണ HTTP-നെക്കാട്ടും കുറച്ചും കൂടി സെക്യൂർ ആണ് എന്തുപയോഗിക്കുന്നത്, ഈ HTTPS ഉപയോഗിക്കുന്നത്. സെക്യൂർ ആയിട്ടുള്ള സൈറ്റുകളെല്ലാം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ മുകളിലത്തെ ആ ഡൊമൈൻ നെയിം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഫസ്റ്റ് ആരംഭിക്കുന്നത് HTTPS എന്നായിരിക്കും ആരംഭിക്കുന്നത്. അതേപോലെ തന്നെയുള്ള മറ്റൊരു പ്രോട്ടോകോളാണ് SMTP. SMTPയും PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോട്ടോകോളാണ്. SMTP എന്ന് വെച്ചാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നുള്ളതാണ്. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഇതെന്ന് വെച്ചാൽ ഇമെയിലുകൾ സെൻഡ് ചെയ്യാം, ഇമെയിലുകൾ ട്രാൻസ്മിഷൻ ചെയ്യുക. സെൻഡ് ചെയ്യാന്ന് വെച്ചാൽ തന്നെ ട്രാൻസ്മിഷൻ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ സെർവർ കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ നാം ഉപയോഗിക്കുന്നത് ഈ SMTP ആണ്. എന്നാൽ ഇമെയിൽ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമെയിൽ സ്വീകരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് IMAP ആണ്. IMAP ഇത് ഇങ്ങനെ തന്നെ തിരിച്ച് PSC ചോദിക്കാറുണ്ട്. ഇമെയിലുകൾ സെൻഡ് ചെയ്യുകയാണെങ്കിലും ട്രാൻസ്മിഷൻ സമയത്താണെങ്കിലും ഇമെയിൽ സർവീസിന്റെ സമയത്ത് ഇമെയിൽ സെർവർ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാലും നമ്മുടെ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ SMTP തന്നെയാണ് ഉപയോഗിക്കുക. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ തന്നെയാണ് ഉപയോഗിക്കുക. അല്ലാതെ ഇമെയിൽ റിസപ്ഷൻ എന്ന് മാത്രം തന്നു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ IMAP ആണ്. IMAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. ആണ്. ഇപ്പൊ കുറെ പ്രോട്ടോകോൾസും കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. നമുക്ക് സാവധാനം ഒന്നും കൂടി പറയാം. ഇന്റർനെറ്റ്, നമ്മൾ ആദ്യം ഇന്റർനെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? കുറെ കമ്പ്യൂട്ടറുകളുടെ കണക്ഷൻ അല്ലേ, ഒരു കണക്ഷനാണ്, ഒരു കൂട്ടായ്മയാണ്. ഒരു പരസ്പരം ഡാറ്റാസ് കൈമാറുന്നു കണക്ട് ചെയ്തിട്ട്. ഒരു ഇന്റർനെറ്റിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഡാറ്റാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പരസ്പരം കൈമാറാൻ സാധിക്കുകയുള്ളൂ അല്ലെ. നമ്മുടെ മൊബൈൽ ആണെന്നുണ്ടെങ്കിലും ഇന്റർനെറ്റ് കണക്ഷനിലേക്ക് വരുമ്പോഴേ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് വേറെ എവിടെയെങ്കിലേക്കും ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതേപോലെ തന്നെ നമുക്കിപ്പോൾ വെബ്സൈറ്റുകളാണെങ്കിലൊക്കെ നമുക്ക് വെബ് പേജുകൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്റർനെറ്റിലേക്ക് കടക്കണം, ഇന്റർനെറ്റിലേക്ക് വരണം. അപ്പൊ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറെ കൂട്ടായ്മയാണ്, കുറെ കമ്പ്യൂട്ടറുകളുടെ കുറെ ഡിവൈസുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇത്തരത്തിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം, ഈ ഇന്റർനെറ്റിലെ ഒരു സംവിധാനം മാത്രമാണ് WWW എന്ന് പറയുന്നത്, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിന്റെ പിതാവ് എന്ന് പറയുന്നത് വിൻഡൻ സർഫ് ആണ്. WWWയുടെ പിതാവ് ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ്. ഇനി നമ്മുടെ ഈ ഇന്റർനെറ്റിന്റെ മുൻഗാമി എന്ന് പറയുന്നത് അർപ്പാനെറ്റ് ആണ്. അർപ്പാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമേരിക്കൻ പ്രതിരോധ സേന വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ്. അവർക്ക് ഡാറ്റാസ് പരസ്പരം അവരുടെ ഉള്ളിൽ തന്നെ ഡാറ്റാസ് പരസ്പരം മാറാൻ വേണ്ടിയിട്ട്, അത്രയും സെക്യൂർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയെടുത്ത ഒരു ഇതാണ് അർപ്പാനെറ്റ് എന്ന് പറയുന്നത്. അർപ്പാനെറ്റ് ആണ് ഇന്റർനെറ്റിന്റെ മുൻഗാമി, അല്ലെങ്കിൽ ഇന്റർനെറ്റിന് തുടക്കമിട്ട് തന്നെ അർപ്പാനെറ്റ് ആണ്. ഈ അർപ്പാനെറ്റിൽ ഉപയോഗിച്ചിരുന്നതും TCP/IP പ്രോട്ടോകോൾസ് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ പ്രോട്ടോകോൾസിനെ കുറിച്ച് പറഞ്ഞത് അല്ലെ. എന്ന് വെച്ചാൽ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തില് നമ്മൾ ഈ നെറ്റ്വർക്കിൽ കൂടി ഡാറ്റാസ് കൈമാറുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറെ റൂൾസുകൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുക. പലതരത്തിലുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. അതിലെ മെയിൻ ആയിട്ടുള്ളതാണ് TCP/IP എന്ന് പറയുന്നത്. TCP/IPയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. പ്രധാനപ്പെട്ട എല്ലാ പ്രോട്ടോകോൾസിന്റെ ഫുൾ ഫോമും നിങ്ങൾ പഠിച്ചു വെക്കണം. TCP/IPയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കൈമാറുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട റൂൾസ് അല്ലെ, അതാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ആ പലതരത്തിലുള്ള പ്രോട്ടോകോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് TCP/IP. TCP/IP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നുമാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് FTP എന്ന് പറയുന്നത്. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതേപോലെ തന്നെ PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ.
പ്രോട്ടോകോൾ, SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അത് എന്തിനു വേണ്ടി എന്നാണ് പറഞ്ഞത്? ഇമെയിൽ സർവീസുകൾക്ക് വേണ്ടിയിട്ട്, ഇമെയിൽ സെൻഡ് ചെയ്യാൻ, ഇമെയിൽ സർവീസ് ചെയ്യാൻ, ഇമെയിൽ സെർവർ കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ ട്രാൻസ്മിഷൻ. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട അവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അല്ലാതെ ഇമെയിൽ റിസപ്ഷൻ എന്ന് തന്നു കഴിഞ്ഞാൽ, ഇമെയിൽ റിസീപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ വ്യത്യാസമുണ്ട്. അത് IMAP ആണ്. അത് PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതാണ് പറയണത്. ഇമെയിൽ റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ IMAP ആണ്. ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ, IMAP ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പ്രോട്ടോകോൾ ആണ് POP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. POP എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, HTTP അല്ലേ. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അതായത് നമ്മൾ നേരത്തെ WWW അല്ലെ, വേൾഡ് വൈഡ് വെബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാം പറഞ്ഞു ഒരു കളക്ഷൻ ഓഫ് പേജസ്, വെബ് പേജസ് ആണ് പറയാം. WWW എന്ന് പറഞ്ഞത് കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഈ വെബ് പേജുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML അഥവാ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് വെബ് പേജുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇത്തരത്തിലുണ്ടാകുന്ന വെബ് പേജുകൾ ഉണ്ടല്ലോ, ഈ വെബ് പേജുകളിൽ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് HTTP എന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTP എന്ന് പറയുന്നത്. ഇനി ചില വെബ്സൈറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡൊമൈൻ നെയിമിൽ നമുക്ക് കാണാം അല്ലേ, HTTPS എന്നും കൂടി ഉണ്ടായിരിക്കും. അതായത് അത് കുറച്ചും കൂടി സെക്യൂർ ആണ്. ആ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ള വെബ്സൈറ്റുകൾക്കാണ് ഉണ്ടായിരിക്കുക, HTTPS എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ഈ HTML, അതുപോലെ HTTPS, ഈ മൂന്ന് കാര്യം മാറിപ്പോകരുത്. HTML എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ആണത്, നമ്മൾ വെബ് പേജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. എന്നാൽ HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാലും HTTPS എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും പ്രോട്ടോകോൾസ് ആണ്. HTTPയുടെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നും. HTTPS എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ S എന്താണ്? സെക്യൂർ എന്നുള്ളൊരു വാക്കും കൂടിയും എക്സ്ട്രാ വരും. അത് മനസ്സിലാക്കി വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇമെയിൽ സെൻഡ്, ഇമെയിൽ ട്രാൻസ്മിഷൻ, ഇമെയിൽ സർവീസ്, ഇമെയിൽ സെർവർ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ SMTP എന്ന് വേണം പറയാൻ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് വേണം പറയാൻ. അതല്ലാതെ ഇമെയിൽ റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയേണ്ട പ്രോട്ടോകോൾ IMAP ആണ്. IMAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ എന്നാണ് വരാം. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് പ്രോട്ടോകോൾസിന്റെ ഫുൾ ഫോമുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം, കാരണം PSC അത് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് വെബ് ബ്രൗസറിനെ കുറിച്ചിട്ടും ഇതേപോലെ തന്നെ കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും എന്നുള്ളത് അല്ലെ. വെബ് ബ്രൗസർ, സെർച്ച് എഞ്ചിൻ. വെബ് ബ്രൗസർ എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, എക്സാമിന് നമുക്ക് ഓപ്ഷനിൽ തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളായി പറയണം. നമ്മുടെ ഫോണിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ക്രോം നമ്മുടെ ഫോണിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. മോസില്ല ഫയർഫോക്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ സഫാരി, ഇതൊക്കെ നമ്മുടെ ഫോണിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അല്ല, അതൊരു പ്രോഗ്രാമാണ്. അതൊരു ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഈ ഇന്റർനെറ്റിൽ തന്നെ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അതിപ്പോ നമ്മൾ ഏത് എടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ ഗൂഗിൾ ക്രോം എടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ മോസില്ല ഫയർഫോക്സ് എടുത്തു കഴിഞ്ഞാലും, അതേപോലെ തന്നെ സഫാരി, ഏത് വെബ് ബ്രൗസർ നമ്മൾ എടുത്താലും അതിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടും? ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു സെർച്ച് എഞ്ചിൻ നമുക്ക് കിട്ടും, ഇല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഏത് വെബ് ബ്രൗസർ എടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ അത് ഗൂഗിൾ ക്രോം ആവട്ടെ, മോസില്ല ഫയർഫോക്സ് ആവട്ടെ, സഫാരി ആവട്ടെ, ഏത് വെബ് ബ്രൗസർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൽ yahoo.com എന്ന് പറഞ്ഞ ഒരു സെർച്ച് എഞ്ചിൻ നമുക്ക് അവിടെ കിട്ടും. അതേപോലെ തന്നെ ask.com എന്ന് പറഞ്ഞ സെർച്ച് എഞ്ചിൻ കിട്ടും. DuckDuckGo എന്ന് പറഞ്ഞ ഒരു സെർച്ച് എഞ്ചിൻ നമുക്ക് അവിടെ കിട്ടും, അല്ലെ? അതായത് മറ്റേന്ന് പറഞ്ഞത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെയൊക്കെ ഫോണിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ. സാധാരണ PSC തരാം, ഇതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ കുറെ എണ്ണം തന്നിട്ട് ഇതിൽ സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് ചോദിക്കും, കുറെ എണ്ണം തന്നിട്ട് ഇതിൽ വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ വെബ് ബ്രൗസർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടത്, നമ്മൾ സാധാരണ ലാപ്ടോപ്പിലും നമ്മുടെ മൊബൈലിലൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ഐക്കൺ ആയിട്ട് കാണുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് വെബ് ബ്രൗസറിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ
ആണെന്നുണ്ടെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. മറ്റേത് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇത് ജസ്റ്റ് നമുക്കൊരു പ്രോഗ്രാം ആണെന്ന് പറയാം. സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ആണെന്ന് പറയാം. ഇനി ഇതിന്റെ എക്സാമ്പിളുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ അതായത് ഈ ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ വെബ് ബ്രൗസർ ആണ് ഗൂഗിൾ ക്രോം എന്നുള്ളത്. ഗൂഗിൾ എന്ന കമ്പനിയുടെ വെബ് ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവരുടെ സെർച്ച് എഞ്ചിൻ ആണ് ഗൂഗിൾ എന്ന് പറയുന്നത്. ഗൂഗിൾ ക്രോം എന്നുള്ളത് വെബ് ബ്രൗസറും ഗൂഗിൾ എന്നുള്ളത് സെർച്ച് എഞ്ചിനുമാണ്. ഇനി അതേപോലെ തന്നെ സാധാരണ ചോദിക്കാറുണ്ട് അസിസ്റ്റ്. മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. അതായത് ഗൂഗിളിന്റെ അസിസ്റ്റ് ആരാണ്, അല്ലെങ്കിൽ ആപ്പിളിന്റെ അസിസ്റ്റ് ആരാണ്? അസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ സാധാരണ അലക്സ, ഏതൊരു സിനിമയിലുണ്ടല്ലേ അലക്സ പ്ലേ സോങ് എന്നൊക്കെ പറയണത്, അലക്സ സ്വിച്ച് ഓഫ് ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അലക്സ എല്ലാം ചെയ്യുന്നത്. അപ്പൊ അലക്സ എന്ന് പറയുന്നത് ആമസോണിന്റെ അസിസ്റ്റ് ആണ്. ആമസോണിന്റെ സഹായി എന്നൊക്കെ പറയില്ല, അസിസ്റ്റ് ആണ് എന്ത് അലക്സ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓരോ കമ്പനികളും പലതരത്തിലുള്ള അസിസ്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. ഗൂഗിളിന്റെ അസിസ്റ്റിന്റെ പേര് ഗൂഗിൾ അസിസ്റ്റന്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് ഗൂഗിളിന്റെ വെബ് ബ്രൗസർ ഏതാന്ന് പറഞ്ഞു. ഏതാണ് ഗൂഗിളിന്റെ വെബ് ബ്രൗസർ? ഗൂഗിൾ ക്രോം ആണ് ഗൂഗിളിന്റെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന്റെ പേര് ഗൂഗിൾ എന്ന് തന്നെയാണ്. അതേപോലെ ഗൂഗിളിന്റെ അസിസ്റ്റിന്റെ പേര് എന്താണ്? ഗൂഗിൾ അസിസ്റ്റ് എന്നാണ്. അസിസ്റ്റ് എന്താന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ അലക്സ, അലക്സ എന്നുള്ളത് ആരുടെ അസിസ്റ്റ് ആണ്? അത് ആമസോണിന്റെ അസിസ്റ്റ് ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരില്ല. അതായത് നമ്മുടെ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ വോയിസ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നമ്മൾ പറഞ്ഞാൽ മതി സ്വിച്ച് ഓഫ് ദ ലൈറ്റ് എന്ന് പറയുമ്പോഴേക്കും അലക്സ ലൈറ്റ് ഓഫ് ചെയ്തോളും അല്ലെ. പക്ഷെ കണക്ഷൻ വേണണ്ട. അതേപോലെ തന്നെ നമ്മൾ പ്ലേ സോങ് എന്ന് പറഞ്ഞാൽ മതി, നമ്മൾ പറയുന്ന സോങ് അവിടെ പ്ലേ ചെയ്യും അല്ലെ അലക്സ. അപ്പൊ അതേപോലെ തന്നെയുള്ള ഓരോ കമ്പനികളും ഇറക്കിയിട്ടുള്ള അസിസ്റ്റുകളാണ്. അതിൽ ഗൂഗിളിന്റെ അസിസ്റ്റ് ആണ് ഗൂഗിൾ അസിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആപ്പിളിന്റെ വെബ് ബ്രൗസർ ഏതാണ്? ആപ്പിളിന്റെ വെബ് ബ്രൗസർ സഫാരിയാണ്. PSC സ്ഥിരം ചോദിക്കാറുണ്ട് ഈ ആപ്പിളിന്റെ കാര്യങ്ങളൊക്കെ. ആപ്പിളിന്റെ വെബ് ബ്രൗസർ സഫാരിയാണ്. അതേപോലെ തന്നെ ഇത് ആപ്പിളിന്റെ സെർച്ച് എഞ്ചിനാണ് സ്പോട്ട്ലൈറ്റ് എന്നുള്ളത്. സ്പോട്ട്ലൈറ്റ് എന്നുള്ളത് ആപ്പിളിന്റെ സെർച്ച് എഞ്ചിനാണ് സ്പോട്ട്ലൈറ്റ്. സഫാരിയാണ് കൂടുതലും ചോദിക്കാറുള്ളത്. സഫാരി എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. ആപ്പിളിന്റെ വെബ് ബ്രൗസർ ആണ് സഫാരി എന്നുള്ളത്. ആപ്പിളിന്റെ തന്നെ സെർച്ച് എഞ്ചിനാണ് സ്പോട്ട്ലൈറ്റ് എന്നുള്ളത്. ഇനി ആപ്പിളിന്റെ അസിസ്റ്റന്റ്, അത് ആപ്പിൾ ഫോൺ ഉള്ളവർ, ഐഫോൺ ഉള്ളവരുടെ കയ്യിലൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അതിന്റെ അസിസ്റ്റന്റ് എന്താണ്? സിരി എന്നുള്ളതാണ് ആപ്പിളിന്റെ അസിസ്റ്റ് സിരി എന്നുള്ളതാണ്. സിരിയാണ് ആപ്പിളിന്റെ അസിസ്റ്റ് എന്നുള്ളത്. ഇനി അതേപോലെ മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ഏതാണ്? മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ഇപ്പൊ മുമ്പ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നില്ല, ഇപ്പൊ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒക്കെ നിർത്തി ഇപ്പൊ എഡ്ജ് എന്നുള്ളതാണ്. എഡ്ജ് പുതുതായി വന്നിട്ടുള്ളതാണ്. എഡ്ജ് ആണ് നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനാണ് ബിങ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? ബിങ് എന്നുള്ളത് മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനാണ്. മൈക്രോസോഫ്റ്റിന്റെ അസിസ്റ്റിന്റെ പേര് കോർട്ടാന എന്നുള്ളതാണ്. കോർട്ടാന എന്നുള്ളതാണ്. ആമസോണിന്റെ അസിസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, അലക്സ എന്നുള്ളതാണ്. അതേപോലെ തന്നെ സാംസങ് ഒരു അസിസ്റ്റിനെ ഇറക്കിയിട്ടുണ്ട്. അത് ബിക്സി ബി ആണ്. ബിക്സി ബി എന്നുള്ളത് സാംസങ്ങിന്റെ അസിസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും പറഞ്ഞ് ഞാൻ ഒന്നും കൂടി പറയട്ടെ. നമ്മളെ പ്രധാനപ്പെട്ട കമ്പനി ഗൂഗിളിന്റെ വെബ് ബ്രൗസറിന്റെ പേര് എന്താണ്? നിങ്ങൾ ഓർത്ത് നോക്കി. ഗൂഗിളിന്റെ വെബ് ബ്രൗസറിന്റെ പേര് ഗൂഗിൾ ക്രോം എന്നുള്ളതാണ്. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ ഗൂഗിൾ തന്നെയാണ്. ഗൂഗിളിന്റെ അസിസ്റ്റിന്റെ പേര് ഗൂഗിൾ അസിസ്റ്റ് എന്നുള്ളതാണ്. ഇനി ആപ്പിളിന്റെ വെബ് ബ്രൗസറിന്റെ പേര് സഫാരി എന്നുള്ളതാണ്. ആപ്പിളിന്റെ സെർച്ച് എഞ്ചിൻ സ്പോട്ട്ലൈറ്റ് ആണ്. ആപ്പിളിന്റെ അസിസ്റ്റിന്റെ പേര് എന്താണ്? സിരി എന്നുള്ളതാണ്. ഇനി മൈക്രോസോഫ്റ്റ് എടുക്കുമ്പോൾ മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ചോദിക്കാൻ ചാൻസ് ഇല്ല, നിർത്തിയത് കൊണ്ട്. പിന്നുള്ളത് ഇപ്പൊ പുതുതായിട്ട് എഡ്ജ് ആണ്. എഡ്ജ് എന്നുള്ളത് മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ആണ്. മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസറിന്റെ പേര് എന്താണ്? എഡ്ജ് എന്നുള്ളതാണ്. സെർച്ച് എഞ്ചിന്റെ പേര്, മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിന്റെ പേര് ബിങ് എന്നുള്ളത് സെർച്ച് എഞ്ചിൻ ഏതിന്റെ സെർച്ച് എഞ്ചിനാണ്? മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനാണ് ബിങ് എന്നുള്ളത്. മൈക്രോസോഫ്റ്റിന്റെ അസിസ്റ്റിന്റെ പേരാണ് കോർട്ടാന എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകളാണ് യാഹു. എല്ലാവർക്കും അറിയാലോ, ഗൂഗിൾ പോലെ തന്നെ യാഹു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനാണ്. ask.com എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനാണ്. അതുപോലെ ഡക് ഗോ എന്നുള്ളത് ഒരു സെർച്ച് എഞ്ചിൻ തന്നെയാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. അതേപോലെ പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളും ശ്രദ്ധിച്ചു വെക്കുക. ഗൂഗിൾ ക്രോം നമുക്കറിയാം, സഫാരി നമുക്കറിയാം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ നമുക്കറിയാം, എഡ്ജ് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ പുതുതായിട്ട് നമ്മുടെ മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നാണ് എഡ്ജ്, മോസില്ല ഫയർഫോക്സ്, ഒപ്പേര, അതേപോലെ തന്നെ ഡോൾഫിൻ എന്നുള്ളത് ഒരു വെബ് ബ്രൗസറാണ്. പഫിൻ എന്നുള്ളത് ഒരു വെബ് ബ്രൗസറാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്തേക്കണം. പിന്നെ അടുത്ത നമുക്ക് പറയാനുള്ളത്
URL കുറിച്ചിട്ടാണ്. URL അല്ലെ, URL എന്ന് വെച്ചാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയും. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഇപ്പം നമ്മൾ PSC തന്നെ അടിച്ചു കൊടുക്കില്ലേ, www.kerala.psc.gov.in എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ /registration എന്നൊക്കെ പറഞ്ഞു വരും അല്ലേ. അപ്പൊ ഇത് ഇത്തരത്തിൽ നമ്മൾ എടുക്കുന്ന ആ ഇതുണ്ടല്ലോ, ആ മുകളിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ആ ബാറിൽ, മുകളിലത്തെ ബാറിൽ കാണപ്പെടുന്ന ആ മൊത്തം ഇതിന് നമ്മൾ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ URL എന്ന് പറയും അല്ലെ. URL അതായത് നമുക്ക് ഏതെങ്കിലും ഇതിലേക്ക് പോകാനുള്ള ആ ഇതാണ്. നമ്മളിപ്പോൾ അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് നമ്മളൊരു വാട്സപ്പിൽ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ആ വെബ്സൈറ്റിലേക്ക് അവർ പോകും അല്ലേ. ഇല്ലേ, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു നീല കളറിലൊക്കെ കിടക്കുന്നത്, ഹൈപ്പർ ലിങ്ക് എന്ന് പറയും ഇല്ലേ. ഏതെങ്കിലുമൊക്കെ ഒരു വെബ് പേജുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു നമ്മൾക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നേരെ ആ വെബ് പേജിലേക്ക് പോകും. അതിന് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്നാ പറയാ അല്ലെ. വേറൊരു പേജിലേക്ക് നേരെ നമ്മൾ പോകുന്നു, ഹൈപ്പർ ലിങ്ക് എന്ന് നമ്മൾ പറയും. ഹൈപ്പർ ലിങ്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഏതെങ്കിലും ഇമേജ് ആയിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ മറ്റൊരു പേജിലേക്ക് പോകും. അതിനാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ മുകളിലുള്ള ഇതുണ്ടല്ലോ, അതിന് നമ്മൾ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയും. അതിന് തന്നെ 3 ഭാഗങ്ങളുണ്ട്. ഏറ്റവും ഫസ്റ്റ് HTTP എന്നൊക്കെ പറഞ്ഞ് കാണാല്ലേ, അതിന് നമ്മൾ എന്താണ് പറയുക, പ്രോട്ടോകോൾ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് ആ HTTPS അല്ലെങ്കിൽ HTTP എന്ന് പറയുന്നത്. നമ്മ ഇത് PSC സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ HTTPS എന്നാണ് ഉണ്ടായിരിക്കുക. അത് അതിന്റെ പ്രോട്ടോകോൾ ആണ്. ഇനി അടുത്ത് നമ്മൾ www.keralapsc.gov.in എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെന്താണ്, അത് ഡൊമൈൻ നെയിം ആണ്. ഡൊമൈൻ നെയിം എന്ന് വെച്ചാൽ ഈ ഇന്റർനെറ്റിൽ എല്ലാത്തിനും IP അഡ്രസ്സുകളാണ് ഉണ്ടാവുക അല്ലെ. എല്ലാത്തിനും IP അഡ്രസ്സാണ്. പക്ഷെ നമുക്ക് ഈ എല്ലാത്തിന്റെയും IP അഡ്രസ് ഓർത്ത് വയ്ക്കാൻ പറ്റും. നമുക്ക് കേരള PSC എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യണം. നമുക്ക് കേരള PSCയുടെ ഇത് ഓർത്ത് വയ്ക്കാൻ പറ്റും. IP അഡ്രസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതാണ്. ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ SSCയുടെ ഒരു സൈറ്റിലേക്ക് കയറണം. അപ്പൊ SSCയുടെ ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഏതൊരു സൈറ്റിലേക്കും ഓപ്പൺ ചെയ്ത് കയറണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇത് ഓർത്ത് വയ്ക്കുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. അവരുടെ IP അഡ്രസ്സ് ഓർത്ത് വയ്ക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഏതൊരാൾക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് സൈറ്റുകളുടെയൊക്കെ IP അഡ്രസ്സ് നമുക്ക് ഓർത്ത് വയ്ക്കുക എന്നുള്ളത്. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ ആ IP അഡ്രസ്സിന് ഒരു പേര് കൊടുക്കും. നമ്മളെ ഫോണിൽ നമ്മുടെ ഫോൺ നമ്പർ സേവ് ചെയ്യില്ലേ, നമുക്ക് ഫോൺ നമ്പർ ഇപ്പൊ ആരുടെയെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിന്റെ ആരുടെങ്കിലും ഫോൺ നമ്പർ നമുക്ക് ചോദിച്ചാൽ നമുക്ക് കാണാതെ പറയാം അല്ലെ. നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, നമ്പർ അടിച്ചു കൊടുത്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് പകരം അയാളുടെ പേര് അടിച്ചു കൊടുത്താൽ മതി, ആ നമ്പർ അവിടെ വരില്ലേ, നമുക്ക് കോൾ ചെയ്യാൻ സുഖല്ലേ. അതേപോലത്തെ ഒരു സിസ്റ്റം തന്നെ നമ്മളുടെ എല്ലാത്തിനും IP അഡ്രസ്സ് ഉണ്ടാവുക. ആ IP അഡ്രസ്സിന് ഒരു പേര് നൽകാണ്. നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഓർത്തു വെക്കാൻ എളുപ്പത്തിന് ഒരു പേര് നൽകും. അതിനെയാണ് നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കേരള PSCയുടെ സൈറ്റിന് ഒരു IP അഡ്രസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിന് പകരമായിട്ട് അവിടെ നൽകുന്നത് ഒരു ഡൊമൈൻ നെയിമാണ്. ആ നെയിമാണ് www.keralapsc.gov.in എന്നുള്ളത്. മനസ്സിലായി, ഡൊമൈൻ നെയിം. അപ്പൊ ഫസ്റ്റ് തന്നെ URL ഫസ്റ്റ് തന്നെ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും, രണ്ടാമതായിട്ട് ഡൊമൈൻ നെയിം ഉണ്ടായിരിക്കും, പിന്നെ നമ്മൾ ഫയൽ നെയിം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ആ സൈറ്റിൽ കയറി, അവിടെ കയറിയിട്ട് നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിൽ നിന്ന്, കേരള PSCയുടെ സൈറ്റിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ലാസ്റ്റ് കാണിക്കുന്നത് ഫയൽ നെയിം ആയിരിക്കും. അപ്പൊ 3 ഭാഗങ്ങളാണ് ഒരു URL-നുള്ളത്. ഒന്നാമത്തത് പ്രോട്ടോകോൾ ആണ്, രണ്ടാമത്തത് ഡൊമൈൻ നെയിം ആണ്, മൂന്നാമത്തത് ഫയൽ നെയിം ആയിരിക്കും. അപ്പൊ ഒരു URL എന്ന് വെച്ചാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നുള്ളതാണ്. ഒരു മേൽവിലാസം അല്ലെ, നമുക്ക് ഇന്റർനെറ്റിൽ എന്തെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ തിരയാൻ വേണ്ടിയിട്ട്, സെർച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മേൽവിലാസമാണ് URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത്. അതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം പ്രോട്ടോകോൾ ആണ്, രണ്ടാമത്തെ ഭാഗം ഡൊമൈൻ നെയിം ആണ്, മൂന്നാമത്തെ ഭാഗം ഫയൽ നെയിം ആയിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത് താഴെ കമന്റ് ചെയ്യുക, ഞാനത് ടെലഗ്രാം ചാനലിൽ കൂടെ റിപ്ലൈ തരാം. കാരണം ഇപ്പൊ നമുക്ക് എക്സാം 28-ാം തീയതി വേഗം തന്നെ ക്ലാസ് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് കുറച്ച് ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ keralapsc.gov.in എന്ന് പറഞ്ഞു. അവിടെ gov.in എന്ന് പറയുമ്പോൾ .gov അതെന്തിനാണ് കാണിക്കുന്നത്, അത് ഡൊമൈൻ നെയിമിൽ .gov കൊടുത്ത അതിനർത്ഥം അത് ഗവൺമെന്റിന്റെ സൈറ്റ് ആണെന്ന് അല്ലെ. ഗവൺമെന്റ് എന്നുള്ളതിന്റെ ഷോർട്ടാണ് .gov അല്ലെ. www.keralapsc.gov.in. അപ്പൊ GOV അവിടെ എന്താണ് കാണിക്കുന്നത്, ഡൊമൈൻ നെയിമില് ആ GOV എന്ന് പറയുന്നത് കാണിക്കുന്നത് ഗവൺമെന്റിന്റെ സൈറ്റ് ആണ് എന്നാണ്. GOV ഗവൺമെന്റ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചിലയിടത്ത് .com കാണാം.
google.com അങ്ങനെ .com കാണാം അല്ലെ. ഈ .com ആമസോൺ ആണെങ്കിലൊക്കെ amazon.com ആണ് കാണാം. അപ്പൊ ഈ .com എന്നുള്ളത് എന്തിനാണ് കാണിക്കുന്നത്? .com എന്നുള്ളത് കൊമേഴ്ഷ്യൽ എന്നുള്ളതാണ് അർത്ഥം. കൊമേഴ്ഷ്യൽ എന്ന് വെച്ചാൽ അത് പ്രോഫിറ്റബിൾ ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി ചെയ്ത സംഭവമായിരിക്കും അത്, അല്ലാതെ നമുക്ക് വെറുതെ ഫ്രീ ആയി തരുന്നതല്ല. അത് കൊമേഴ്ഷ്യൽ എന്നുള്ളതാണ് .comന്റെ ഷോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ .org കാണാം. .org എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് അർത്ഥം. ഓർഗനൈസേഷൻ, അതായത് അതൊരിക്കലും പ്രോഫിറ്റബിൾ അല്ല. നമ്മൾ ഈ RBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ www.rba.org.in എന്നാ കാണാം. അത് കാരണം അത് നോൺ പ്രോഫിറ്റബിൾ ആണ്. പക്ഷെ നമ്മൾ SBI നോക്കിക്കഴിഞ്ഞാൽ SBIയുടെ .com എന്നാണ് കാണാം. SBI.com അല്ലെ. അത് ശരിക്കും നമ്മൾ അപ്പൊ നമുക്ക് വിചാരിക്കും .gov വരുമോ, ഗവൺമെന്റ് വരുമോ എന്ന് വിചാരിക്കും. എല്ലാം .ഗവൺമെന്റ് അല്ല വരാം. SBI എന്നൊക്കെ പറയണത് ബാങ്കുകളൊക്കെ സാധാരണ .com ആണ് വരെ, കൊമേഴ്ഷ്യൽ, അതൊക്കെ പ്രോഫിറ്റബിൾ ആണ് അല്ലെ. അതേപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ വരുമ്പോൾ .org എന്ന് വരാം. .org കാരണം അത് നോൺ പ്രോഫിറ്റബിൾ ആണ്. അതാണ് ഇപ്പൊ RBIയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RBI.org.in എന്നാണ് കാണാം. അപ്പൊ ഈ ഗവൺമെന്റ് ഇപ്പൊ നമ്മൾ ഉദയ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ടല്ലേ, ആധാറൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതൊക്കെ ആണെങ്കിൽ .gov.in ആയിരിക്കും. കാരണം അതും ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകൾക്ക് .gov ആയിരിക്കും ഡൊമൈൻ നെയിമിൽ ഉണ്ടായിരിക്കുക. അതേപോലെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് .com ആണ് വരാം. .org എന്നുള്ളത് നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതിനാണ് .org കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ .org.in എന്നുള്ളത് ഇപ്പൊ നമ്മൾ www.kerala.psc.gov.in എന്നുണ്ട്. ഇപ്പൊ RBI എടുക്കുകയാണെങ്കിലും www.rbi.org.in എന്നുണ്ട്. ആ എന്താണ്? എന്നുള്ളത് ഇന്ത്യയിലെ ആണ് എന്ന് കാണിക്കാനാണ് കൊടുക്കുന്നത്. എന്നുള്ളത് ഇന്ത്യ എന്നാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഡൊമൈൻ നെയിമുകൾ ഇങ്ങനത്തെ പലതരത്തിലുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഡൊമൈൻ നെയിമുകളൊക്കെ ആരാണ് നൽകുന്നത്? ഇപ്പൊ ഞാൻ എൻ്റെ പേരിൽ ഒരു Gmail ID പുതിയതായിട്ട് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇപ്പൊ ഞാനൊരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അപ്പൊ നമ്മൾ എന്താണ്, അതേ പേരിൽ തന്നെ വേറൊരു Gmail ID ഉണ്ടെങ്കിൽ അത് നമുക്ക് പറ്റില്ല. നിങ്ങൾ വേറെ പേര് ഓൾറെഡി എക്സിസ്റ്റ് ആണെന്ന് കാണിക്കും. ഇപ്പൊ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഒരേ പേര് വെച്ചിട്ട് തന്നെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മോട് ചോദിക്കും സെയിം ആളാണോ, മെർജ് ചെയ്യണോ എന്ന് ചോദിക്കില്ലേ. അപ്പൊ ഇത്തരത്തില് ഈ ഡൊമൈൻ നെയിമുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റിലെ ഡൊമൈൻ നെയിമുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ICANN എന്നുള്ളത്. ICANN എന്നുള്ളത് ICANN, 2 N ഉണ്ട്. ICANN, ICANN എന്നുള്ളത്. ഇത് നമ്മുടെ ഈ ഇന്റർനെറ്റിലെ കാര്യങ്ങളൊന്നും നമ്മളെന്താ മാനേജ് ചെയ്യുന്ന ആളല്ല, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ആളല്ല ICANN എന്ന് പറയുന്നത്. ICANN എന്ന് പറയുന്നത് ഇത്തരത്തില് ഡൊമൈൻ നെയിമുകളൊക്കെ നൽകുക. ഈ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററിന്റെ നയങ്ങൾ, URLന്റെ നയങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതാണ് ICANN എന്നുള്ളത്. അല്ലാതെ ഇന്റർനെറ്റിലെ കണ്ടന്റുകൾ, അതിൽ തന്നിരിക്കുന്ന കണ്ടന്റുകളെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടന്റുകൾ പരിശോധിക്കുക, അതിൽ ഇതുകൾ ഉണ്ടാക്കുക, അതൊന്നും നമ്മുടെ ICANNന്റെ പരിപാടിയല്ല. ICANN എന്നുള്ളത് ഉള്ളടക്കത്തെ ഒരിക്കലും നിയന്ത്രിക്കുന്നില്ല. അത് മനസ്സിലാക്കുക. ഇന്റർനെറ്റിലെ ഉള്ളടക്കത്തെ ഒരിക്കലും ICANN നിയന്ത്രിക്കുന്നില്ല. പകരം എന്താണ് ചെയ്യുന്നത്? ഈ ഇന്റർനെറ്റിലെ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററിന്റെ നയങ്ങൾ വികസിപ്പിക്കുക മാത്രമാണ് ICANN ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ICANNന്റെ ഫുൾ ഫോം എന്താണ്? I എന്നുള്ളത് ഇന്റർനെറ്റ് തന്നെയാണ്, നമുക്കറിയാം. C എന്നുള്ളത് കോർപ്പറേഷനാണ്. I എന്നുള്ളത് ഇന്റർനെറ്റും C എന്നുള്ളത് കോർപ്പറേഷനുമാണ്. ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, എന്തിനു വേണ്ടിയിട്ടാണ്? നെയിംസും നമ്പേഴ്സും അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. അപ്പൊ ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്നുള്ളതാണ് ഈ ICANNന്റെ ഫുൾ ഫോം എന്നുള്ളത്. അപ്പൊ ഓർത്ത് വയ്ക്കുക, ICANN എന്നുള്ളത് ഒരിക്കലും ഇന്റർനെറ്റിലെ ഉള്ളടക്കങ്ങളെ നിയന്ത്രിക്കുന്നില്ല. പകരം എന്ത് മാത്രം ചെയ്യുന്നുള്ളൂ? ഈ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതായത് ഈ മേൽവിലാസം, ഈ അഡ്രസ്സിലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള നയങ്ങൾ മാത്രമാണ് ആര് ആവിഷ്കരിക്കുന്നത്? ICANN ആവിഷ്കരിക്കുന്നത്. ICANNന്റെ ഫുൾ ഫോം ശ്രദ്ധിക്കണം. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്നുള്ളത്. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി നമുക്ക് 2 കാര്യങ്ങളൂടെയും പഠിക്കാനുള്ളത്. ഒന്ന് MAC അഡ്രസ്സും പിന്നെ അതേപോലെ തന്നെ ഈ ഇന്റർനെറ്റ് പ്രോട്ടോകോളിൽ തന്നെ IPv4 എന്നും കണ്ടിട്ടുണ്ടാവും, IPv6 എന്നും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. IPv4 അഡ്രസ് എന്നും IPv6 അഡ്രസ്. അപ്പൊ ഇത് 3 തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. MAC എന്ന് പറഞ്ഞാൽ എന്താണ്? MAC അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MACന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മീഡിയ ആക്സസ് കൺട്രോൾ എന്നാണ്. മീഡിയ ആക്സസ് കൺട്രോൾ, മെസ്സേജ് ആക്സസ് കൺട്രോൾ എന്നൊക്കെ തരും, തെറ്റാണ്. മീഡിയ ആക്സസ് കൺട്രോൾ MACന്റെ ഫുൾ ഫോം. MACന്റെ ഫുൾ ഫോം എന്താണ്? മീഡിയ ആക്സസ് കൺട്രോൾ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. ഈ MAC അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഡിവൈസുകൾക്കും അല്ലെ, നമ്മൾ ഫോൺ വാങ്ങിച്ച ഫോണിനുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഹെഡ്സെറ്റിന് എല്ലാത്തിനും എന്തുണ്ടായിരിക്കും? MAC അഡ്രസ്സും ഉണ്ടായിരിക്കും. ഈ MAC അഡ്രസ് എന്ന് പറയുന്നത്
ആ ഡിവൈസ് ഉണ്ടാക്കിയ കമ്പനി നൽകുന്ന അഡ്രസ്സാണ് മാക് അഡ്രസ് എന്ന് പറയുന്നത്. നമ്മൾ ഫോൺ വാങ്ങിക്കുകയാണ്, ഇപ്പോൾ ഫോൺ നമ്മൾ സാംസങ്ങിൻ്റെ ഫോൺ വാങ്ങിച്ച ആ സാംസങ് എന്ന് പറഞ്ഞ കമ്പനി നൽകുന്ന അഡ്രസ്സാണ്, ആ ഫോണിൽ നൽകുന്ന അഡ്രസ്സാണ് മാക്, അതിൻ്റെ മാക് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും മാറില്ല അല്ലേ. നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഫോൺ വാങ്ങിച്ചാൽ എല്ലാ കാലവും ആ ഫോണിൻ്റെ മാക് അഡ്രസ്സ് സെയിം തന്നെയായിരിക്കും. നമ്മളൊരു ഹെഡ്സെറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹെഡ്സെറ്റിൻ്റെ മാക് അഡ്രസ്സ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം തന്നെയായിരിക്കും. നമ്മളിപ്പോൾ ഒരു മൗസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക് അഡ്രസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം തന്നെയായിരിക്കും. അപ്പം മാക് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കുന്ന വ്യക്തിയായ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അഡ്രസ്സാണ് മാക് അഡ്രസ് എന്ന് പറയുന്നത്. അതൊരിക്കലും മാറില്ല. ഈ മാക് അഡ്രസ് എന്ന് പറയുന്നത് 12 ഡിജിറ്റിൻ്റെ അഡ്രസ്സാണ്. എത്ര ഡിജിറ്റ് ഉണ്ടായിരിക്കും ആ മാക് അഡ്രസ്സിൽ, എത്ര ഡിജിറ്റ് ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ഡിജിറ്റ് ആണ് ഉണ്ടായിരിക്കുക. എത്ര ഡിജിറ്റ് ഉണ്ടായിരിക്കും? 12 ഡിജിറ്റ് ആണ് ഉണ്ടായിരിക്കുക. ഇനി ഈ IPv4 എന്ന് പറഞ്ഞാലും IPv6 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് രണ്ടും IP അഡ്രസ്സാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഫോണിനെ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ് IPv4ഉം IPv6ഉം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്റർനെറ്റിലേക്ക് ഒരുപാട് ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഈ IPv4 എന്ന് പറഞ്ഞ ആ അഡ്രസ്സ് എന്ന് പറഞ്ഞത് വെറും 12 ഡിജിറ്റിന്റെ അഡ്രസ്സാണ്. 12 ഡിജിറ്റിന്റെ അഡ്രസ്സാണ്. അപ്പോൾ അത് മതിയാകാതെ വരും. അപ്പോൾ അതുകൊണ്ട് പുതുതായി ഉണ്ടാക്കിയാണ് IPv6 എന്നുള്ളത്. IPv6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ഡിജിറ്റുകളുണ്ട്. 32 ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അല്ലെ വെറൈറ്റി ഓഫ് പലതരത്തിലുള്ള IP അഡ്രസ്സുകൾ നമുക്ക് ഒരുപാട് എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ മാക് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഡിജിറ്റ് തന്നെയാണ്. IPv4 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 12 ഡിജിറ്റ് തന്നെയാണ്. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാക് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതൊരിക്കലും മാറില്ല. ഒരു ഡിവൈസിന്റെ മാക് അഡ്രസ് എപ്പോഴും സ്ഥിരമായിരിക്കും. പക്ഷേ ഈ IP അഡ്രസ്സുകൾ IPv4ഉം V6ഉം അങ്ങനെയല്ല. ഓരോ തവണ നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ ഈ IP അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും. IPv4 ആണെന്നുണ്ടെങ്കിൽ വെറും 12 ഡിജിറ്റ് മാത്രമാണ്. അത് പോരാതെ വരുന്നുണ്ട്. കാരണം ഒരുപാട് ഡിവൈസുകൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ IPv4 വെച്ചിട്ടുള്ള അഡ്രസ് ബിറ്റ് മതിയാകാതെ വരും. അതുകൊണ്ടാണ് IPv6 ഉപയോഗിക്കുന്നത്. IPv6 എന്ന് പറഞ്ഞാൽ എത്ര ഡിജിറ്റ് ആണ്? 32 ഡിജിറ്റിന്റെ അഡ്രസ്സാണ്. 32 ഡിജിറ്റിന്റെ അഡ്രസ്സാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ മാക് അഡ്രസ്സിലും IPv6ലും ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ഉപയോഗിക്കും. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC അങ്ങനത്തെ ആൽഫബറ്റ്, F വരെയുള്ള ആൽഫബറ്റ് ഉപയോഗിക്കും നമ്മൾ. അതിനാണ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ IPv4 മാത്രം ഡെസിമൽ നമ്പേഴ്സ് മാത്രം ഉപയോഗിക്കുള്ളൂ. ഡെസിമൽ നമ്പർ മാത്രമാണ് IPv4 ഉപയോഗിക്കുക. മറ്റേ ഹെക്സാഡെസിമൽ നമ്പർ ഉപയോഗിക്കും. അത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാക് അഡ്രസ്സ് ഒരിക്കലും മാറില്ല. അത് പെർമനന്റ് ആണ്, സ്ഥിരമായതാണ്. മറ്റേത് രണ്ടും പെർമനന്റ് അല്ല, മാറിക്കൊണ്ടിരിക്കും. ആ ഡിജിറ്റുകളുടെ എണ്ണം ശ്രദ്ധിക്കുക. ഈ മാക് അഡ്രസ്സും 12 ഡിജിറ്റ് ആണ്, IPv4ഉം 12 ഡിജിറ്റ് ആണ്. പക്ഷേ IPv6 മാത്രം എത്ര ഡിജിറ്റ് ആണ്? 32 ഡിജിറ്റ് ആണ് വരുന്നത്. ഇനി ഇത് ഒരു കാര്യം കൂടി എക്സ്ട്രാ പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ 12 ഡിജിറ്റ് എന്ന് പറഞ്ഞില്ലേ, ഈ 12 ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ഗ്രൂപ്പുകളായിട്ടാണ് നൽകുന്നത്. രണ്ടെണ്ണം വെച്ചിട്ടുള്ള 6 ഗ്രൂപ്പുകളായിട്ടാണ് അഡ്രസ്സ് നൽകുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അഡ്രസ്സ് തന്നിട്ട് ഇത് എന്ത് അഡ്രസ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് 12 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയം വരും അല്ലേ, മാക് അഡ്രസ് ആണോ IPv4 ആണോ എന്നുള്ള സംശയം വരും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതായത് മാക് അഡ്രസ് ആണെങ്കിൽ 2 ഡിജിറ്റ് വെച്ചിട്ട് 6 ഗ്രൂപ്പുകളായിട്ടാണ് തരാം. 2 വരും, എന്നിട്ട് ഒരു കുത്തിടും, 2 തരും, എന്നിട്ട് അല്ലെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് 2 വെച്ചിട്ടുള്ള 6 ഗ്രൂപ്പുകളായിട്ടാണ് നൽകുക. എന്ത് അഡ്രസ് ആണെങ്കിൽ മാക് അഡ്രസ് ആണെങ്കിൽ. പക്ഷെ IPv4 ആണെന്നുണ്ടെങ്കിൽ 3 4 ഗ്രൂപ്പാണ് തരാം. 3 വെച്ച്, മറ്റേത് 2 വെച്ചിട്ടാണ് അല്ലെ, 2 വെച്ചിട്ട് 6 ഗ്രൂപ്പ്, എന്നാലല്ലേ 12 ആവുള്ളൂ. 2 വെച്ചിട്ട് 6 ഗ്രൂപ്പാണ് തരാം. പക്ഷെ IPv4 ആകുമ്പോൾ 3 വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ 3 വെച്ച് വരുമ്പോൾ 6 വരില്ല, 4 വരുള്ളൂ അല്ലെ. 3 വെച്ചിട്ട് 4 ഗ്രൂപ്പാണ് തരുന്നത്. ഇനി IPv6ലേക്ക് വരുമ്പോൾ വീണ്ടും ചേഞ്ച് ആവും. 3 പകരം 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യും. 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 32 ഡിജിറ്റ് ഉണ്ടെങ്കിൽ എത്ര ഗ്രൂപ്പുകൾ വരും? 8 ഗ്രൂപ്പുകൾ വരും. നിങ്ങൾക്ക് മനസ്സിലായ? നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, മാക് അഡ്രസ്സും IPv4 എന്ന് പറയുന്നത് 12 ഡിജിറ്റുകളാണുള്ളത്. 12 ഡിജിറ്റുകളാണുള്ളത്. IPv6 മാത്രമാണ് 32 ഡിജിറ്റ് ഉള്ളത്. ഇനി ഇത് വെറുതെ നിരത്തി എഴുതല്ല, ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ടാണ് എഴുതുക. അപ്പൊ നമുക്ക് ഒരു അഡ്രസ്സ് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഇത് മാക് അഡ്രസ് ആണോ അല്ലെങ്കിൽ ഇത് IPv4 ആണോ IPv6 ആണോ എന്ന് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാവേണ്ടേ ഏതാണെന്ന്. അതങ്ങനെ ചോദിച്ചിട്ടുണ്ട് PSC. ഒരു അഡ്രസ്സ് തന്നിട്ട് നമ്മളോട് PSC ചോദിക്കുകയാണ്, ഇത് ഏത് അഡ്രസ് ആണ് എന്ന് ചോദിച്ചാൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യണ്ടേ. അപ്പൊ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ,
ഇപ്പൊ രണ്ട് നമ്പറിന്റെ വെച്ചിട്ട് ഗ്രൂപ്പുകളായിട്ട് 6 ഗ്രൂപ്പുകൾ തരാണ്. നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് നോക്കി നോക്കുക. ആധാർ കാർഡ് നോക്കുന്ന സമയത്ത് നിരത്തിയല്ല അതങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. 4 വെച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് തരാം അല്ലെ. ആധാർ നമ്പർ എന്ന് പറയുന്നത് 4 ഗ്രൂപ്പുകളാണ്. ഒരു 4 ഡിജിറ്റ് എഴുതിയിട്ട് പിന്നെ കുറച്ച് നീക്കിയിട്ടാണ് അടുത്ത 4 ഡിജിറ്റ് എഴുതുള്ളൂ അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ ഈ മാക് അഡ്രസ്സിലാണെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ടുള്ള 6 ഗ്രൂപ്പുകളായിട്ടാണ് തരാം. അപ്പൊ അത് മാക് അഡ്രസ് ആണ്. ഇനി IPv4 പോകുമ്പോൾ 2 വെച്ചതിന് പകരം 3 വെക്കും. അപ്പൊ 3 വെച്ചിട്ടുള്ള എത്ര ഗ്രൂപ്പ് വരും? 4 ഗ്രൂപ്പ് വരും. എന്നാലല്ലേ 3 × 4 12 ഡിജിറ്റ് കിട്ടുള്ളൂ. അപ്പോ മാക് അഡ്രസ്സിലാണെങ്കിൽ 2 വെച്ചിട്ട് 6 ഗ്രൂപ്പുകൾ വരും. IPv4 3 വെച്ചിട്ട് ഒരെണ്ണം കൂടി 3 വെച്ചിട്ട് 4 ഗ്രൂപ്പ് വരും. IPv6 വരുമ്പോൾ മറ്റോടത്ത് 2 ആയിരുന്നു, പിന്നെ 3 ആയി. അപ്പൊ IPv6 വരുമ്പോൾ 4 വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എത്ര ഗ്രൂപ്പ് വരും? 32 വേണ്ടേ? 32 ഡിജിറ്റ് വേണ്ടേ? അപ്പൊ 4 വെച്ചിട്ടുള്ള 8 ഗ്രൂപ്പുകൾ വരും. അപ്പൊ 4 × 8 32 ഡിജിറ്റ് വരും. ഒന്നും കൂടിയും പറയാം. മാക് അഡ്രസ് എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് വെച്ചിട്ട് 6 ഗ്രൂപ്പുകളാണ് വരിക. അങ്ങനെ ടോട്ടൽ 2 × 6 12 ഡിജിറ്റുകളാണ് ഉണ്ടായിരിക്കുക. IPv4 എന്ന് പറയുമ്പോൾ 3 വെച്ചിട്ടുള്ള 4 ഗ്രൂപ്പുകളാണ് വരിക. അപ്പോഴും 3 × 4 12 ഡിജിറ്റ് തന്നെ വരും. IPv6 വരുമ്പോൾ 3 പകരം 4 വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുക. പക്ഷെ എത്ര എണ്ണം ഉണ്ട്? 32 ഡിജിറ്റ് വേണമല്ലോ അവിടെ. അതുകൊണ്ട് 4 വെച്ചിട്ട് 8 ഗ്രൂപ്പുകൾ വരും. 4 വെച്ചിട്ടുള്ള 8 ഗ്രൂപ്പുകൾ വരും. അങ്ങനെ ടോട്ടലി 32 ഡിജിറ്റ് വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക് അഡ്രസ് മാത്രം ഒരിക്കലും മാറില്ല. പക്ഷേ IPv4 IPv6 എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം ശ്രദ്ധിച്ചു വെക്കണം. അടുത്തത് നമ്മൾ പലതരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ വൈറസുകൾ, അതുപോലെ വേംസ്, പിന്നെ നമ്മൾ ഫിഷിങ്, സ്പൂഫിങ്, സ്പാംസ് അല്ലെ, അതങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ 2 കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന മറ്റൊന്നല്ല. ഇപ്പൊ സെപ്റ്റംബർ 28 എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി വളരെ കുറെ സമയം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര ധൃതി പിടിച്ചുകൊണ്ട് ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള ഭാഗം, സോഷ്യൽ മീഡിയനെ കുറിച്ച് ചിലപ്പോൾ എന്നെക്കാട്ടും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ കണ്ടുപിടുത്തങ്ങളുണ്ടല്ലോ, കണ്ടുപിടുത്തങ്ങൾ എന്ന് വെച്ചാൽ ഓരോന്ന് ആരംഭിച്ചിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ വാട്സപ്പ് ആരാണ് ആരംഭിച്ചത്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മൗസ് കണ്ടുപിടിച്ചത് ആര്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C, ലിനക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെത്താൻ ഒന്ന് നോക്കി പഠിക്കാം. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒന്ന്, കറണ്ട് അഫെയറിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം PSCക്ക് ഇപ്പോൾ കൂടുതലും ഈ കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത് നിന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചോദിക്കൽ കുറച്ച് കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ നോക്കി വെക്കാവുന്നു. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഈ വൈറസുകളെ കുറിച്ചാണ് നമുക്ക് പറയാം അല്ലേ. ഫസ്റ്റ് തന്നെ വൈറസിന്റെ ഫുൾ ഫോം എന്താണ്? വൈറസ് എന്ന് പറഞ്ഞാൽ വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് അല്ലെ, അതാണ് അതിന്റെ ഫുൾ ഫോം. വൈറസ് VIRUS. വൈറസിന്റെ ഫുൾ ഫോം എന്താണ്? വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ്. 6 റിസോഴ്സ് ആണ്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് എന്നുള്ളതാണ് വൈറസിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. നമുക്കറിയാലേ, വൈറസ് നമ്മുടെ ലാപ്ടോപ്പിലാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കമ്പ്യൂട്ടറിലാണെങ്കിലും, നമ്മുടെ ഫോണിലാണെങ്കിലും ഒക്കെ വൈറസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലൈന്റ് ആവും എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യം. അപ്പൊ എന്തായാലും അത് നമ്മളെ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിനെ മോശമായിട്ട് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാധനമാണെന്ന് നമുക്കറിയാം. ഈ വൈറസ് എന്ന് പറയുന്നതിന് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ഡാറ്റാസിനെ തിരുത്താൻ സാധിക്കും. അതേപോലെ തന്നെ അതിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയാൻ സാധിക്കും. ഇനി അതിൻ്റെ തന്നെ കോപ്പികൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളതിലേക്ക് സെൻഡ് ചെയ്യാനും സാധിക്കും. അത് ശ്രദ്ധിക്കുക. ഒരു വൈറസ് നമ്മുടെ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളുടെ ഡാറ്റാസിനെ നമുക്കതിനെ നശിപ്പിച്ച് കളയാൻ സാധിക്കും. കമ്പ്യൂട്ടറിലെ വിവരങ്ങളെ നശിപ്പിച്ച് കളയാൻ സാധിക്കും. അതല്ലാതെ അതിൽ തിരുത്തലുകൾ, നമ്മൾ പോലും അറിയാതെ അതിൽ തിരുത്തലുകൾ വരുത്താൻ സാധിക്കും. അതേപോലെ അതിൻ്റെ തന്നെ കോപ്പികൾ ഉണ്ടാക്കിയെടുത്തിട്ട് മറ്റുള്ളതിലേക്ക് സെൻഡ് ചെയ്യാനും ഈ വൈറസുകൾക്ക് സാധിക്കും. അപ്പോൾ വൈറസിന്റെ ഫുൾ ഫോം എന്താണ്? വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് എന്നുള്ളതാണ്. പിന്നെ ഇനി വേംസ് എന്ന് പറഞ്ഞാൽ ഈ വൈറസിനെ അപേക്ഷിച്ച് വേംസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന് ഒരുപാട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനും വളരെയധികം സ്പ്രെഡ് ചെയ്യാനും സാധിക്കും. അതാണ് ഈ വേംസിന്റെ പ്രത്യേകത. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് മുമ്പ് വന്നിരുന്ന ഒരു വേമാണ് I love you എന്ന് പറഞ്ഞിട്ട്. നമുക്ക് I love you എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് വെച്ചുകൊണ്ട് നമുക്കൊരു മെയിൽ വരുന്നു. അപ്പോൾ അതിൽ ഒരു ഇതുണ്ടായിരിക്കുമല്ലോ, ഒരു ഫയൽ ഉണ്ടായിരിക്കും I love you എന്ന് പറഞ്ഞു. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഇമെയിലിൻ്റെ ഇതിലുള്ള പല അഡ്രസ്സുകളിലേക്കും അത് തന്നെ ഇതേ സെയിം ഡാറ്റ അതിൻ്റെ കോപ്പികൾ അയച്ചുകൊണ്ടിരിക്കും.
വൈറസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലെ. ഇതെന്ന് വെച്ചാൽ സ്വയം കോപ്പികൾ ഉണ്ടാക്കിയിട്ട് എല്ലാത്തിലേക്കും അത് സ്പ്രെഡ് ചെയ്യും, തന്നെത്താൻ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് വേം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഐ ലവ് യു കാണുമ്പോൾ എന്താണ് ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഐ ലവ് യു എന്നുള്ളത് ഓപ്പൺ ചെയ്യൂലേ, അത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും, നമ്മുടെ ഇതിന് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ബാൻഡ് വിഡ്ത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഡാറ്റ നമുക്ക് അയക്കാനുള്ള അതിന്റെ സ്പീഡ് വളരെയധികം കുറയ്ക്കും, അവിടെ ബ്ലോക്കിംഗ് വരാണ്. എന്നിട്ട് ഈ നമ്മുടെ ഇതേപോലെ തന്നെ നമ്മുടെ അഡ്രസ്സുകളിൽ, നമ്മുടെ ഇമെയിലുള്ള പല അഡ്രസ്സുകളിലേക്ക്, ഇമെയിൽ അഡ്രസ്സുകളിലേക്ക് എല്ലാം തന്നെ ഇതേപോലെ തന്നെ ഈ ഫയൽ, ഈ വേംസിന് ഇതിന്റെ കോപ്പീസ് അയച്ചു കൊടുക്കുകയും ചെയ്യും. മനസ്സിലായി. വൈറസ് ഒരിക്കലും തന്നെത്താൻ അത് ബാക്കിയുള്ളതിലേക്ക് സ്പ്രെഡ് ആവില്ല, തന്നെത്താനെ സ്പ്രെഡ് ആവില്ല. വേംസ് അങ്ങനെയല്ല. വേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന നിമിഷം അത് മറ്റുള്ള നമ്മുടെ ഇമെയിലിലുള്ള ബാക്കിയുള്ള അഡ്രസ്സുകളിലേക്കും അതേപോലെ തന്നെ അത് കോപ്പീസ് അയച്ചുകൊണ്ടിരിക്കും. അതാണ് വേംസിന്റെ ഒരു പ്രത്യേകത. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്, വേംസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഐ ലവ് യു എന്ന് പറഞ്ഞ് മുമ്പുണ്ടായിരുന്ന ഒരു വേംസ്. അതേപോലെ തന്നെ ഒന്നാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രോയ് എന്ന് പറഞ്ഞൊരു സിനിമ കാണും, ആ സിനിമയിൽ തന്നെയാണെന്ന് തോന്നുന്നു, ട്രോയ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ആയിരിക്കണം. അപ്പോൾ അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഏത് രാജവംശമാണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതായത് മറ്റ് രണ്ട് ഇതുകൾ തമ്മിൽ ഒരു രാജ്യത്തെ ഒരു രാജകുമാരനെ ഒരു രാജകുമാരൻ തട്ടിക്കൊണ്ട് പോരാണ്, ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് പോരാണ്. അപ്പോൾ ഈ രാജകുമാരനെ വീണ്ടെടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരും. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ യുദ്ധത്തിൽ പരാജയപ്പെടുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് ഗിഫ്റ്റായിട്ട് ഈ രാജകുമാരനെ തിരിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ ഗിഫ്റ്റായിട്ട് ഒരു ഹോഴ്സിനെ, ഒരു കുതിരനെ ഉണ്ടാക്കിയിട്ട് ഈ കുതിരനെയും കൂടിയും അവർക്ക് കൊടുക്കും ഗിഫ്റ്റായിട്ട്. അപ്പൊ ഇവർ ഗിഫ്റ്റ് തന്നതല്ലേ, നമ്മൾ ആ ഗിഫ്റ്റ് എങ്ങനെ വേണ്ടാന്ന് വെക്കുക. അപ്പൊ ഈ ഗിഫ്റ്റും കൂടി, ഈ കുതിര എന്ന് വെച്ചാൽ വലിയൊരു കുതിരയുടെ രൂപമാണ്, അതും കൂടി കപ്പലിൽ വെച്ച് അവരെ രാജ്യത്ത് കൊണ്ടുപോയി അവരെ കോട്ടനുള്ളിലേക്ക് കടത്തും. ഈ കോട്ടനുള്ളിലേക്ക് കടക്കുന്ന വഴി എന്താണ്, ഇതിനുള്ളിൽ ഈ കുതിരയുടെ ഉള്ളിൽ മുഴുവനും ഇവരുടെ പട്ടാളക്കാരാണ്. അപ്പൊ കോട്ടനുള്ളിലേക്ക് നിഷ്പ്രയാസം അവർക്ക് കടക്കാൻ സാധിച്ചു അല്ലെ. ഈ കോട്ടനുള്ളിലേക്ക് ഈ കുതിര കടക്കുന്ന ആ നിമിഷം തന്നെ ആ കുതിരനെ പൊളിച്ചുകൊണ്ട് ഈ പടയാളികൾ വരികയും ഇവരെല്ലാം കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഉപകാരം അല്ലെ, നമ്മളോട് സ്നേഹത്തോടു കൂടി നമുക്ക് പാരിതോഷികമായിട്ടാണ് ആ കുതിരനെ തരുന്നത്. അപ്പൊ നമുക്ക് ഉപകാരം എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്ന ഒരു സാധനമാണ് ഈ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഉപകാരമുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്കത് ഉപകാരമല്ലേ, നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യും അല്ലെ. പക്ഷെ അത് യഥാർത്ഥത്തിൽ നമുക്ക് ഉപകാരമാണ് അല്ല, അത് നമ്മുടെ ഇതിൽ ചെന്നിട്ട് നമ്മുടെ ഡാറ്റാസ് മുഴുവൻ നശിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് മുഴുവൻ ബാക്കിയുള്ള സ്ഥലത്തേക്ക് സെൻഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ട്രോജൻ ഹോഴ്സ് ചെയ്യുന്നത്. മനസ്സിലായില്ല. അപ്പൊ അതൊരു സോഫ്റ്റ്വെയർ ആണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ഒരു അപകടകരമായിട്ടുള്ളത് അല്ലെ, കമ്പ്യൂട്ടറിന്റെ നിയന്ത്രണം തന്നെ അത് ഏറ്റെടുക്കും. അത്തരത്തിലുള്ളൊരു ഇതാണ് സോഫ്റ്റ്വെയർ ആണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. വൈറസ് പറഞ്ഞു. വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറസ് നമ്മുടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡാറ്റാസിനെ അത് പൂർണ്ണമായി നശിപ്പിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തിരുത്തലുകൾ വരുത്തും, അതേപോലെ തന്നെ അത് മറ്റുള്ളതിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കോപ്പികൾ എടുത്തിട്ട്. വേംസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പകർപ്പുകൾ ഉണ്ടാക്കി സ്വന്തമായിട്ട് മറ്റുള്ളതിലേക്ക് വ്യാപിക്കാൻ കഴിവുള്ള അപകടകരമായിട്ടുള്ള ഒരു ഇതാണല്ലേ വേംസ് എന്ന് പറയുന്നത്. വേംസിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഐ ലവ് യു എന്ന് പറഞ്ഞത്. അതിന്റെ തന്നെ സ്വയം തനിപ്പകർപ്പുകൾ സൃഷ്ടിക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വേംസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പറഞ്ഞ ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഉപകാരപ്രദം എന്ന് നമ്മളെ സ്വയം വിശ്വസിപ്പിച്ചുകൊണ്ട് അല്ലെ, നമുക്ക് ഉപകാരപ്രദമായ സോഫ്റ്റ്വെയർ ആണെന്ന് നമ്മളിൽ ഒരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ തന്നെ അതിനെ സ്വീകരിക്കും. നമ്മൾക്ക് ഉപകാരമുണ്ടെന്ന കാര്യം നമ്മൾ സ്വീകരിക്കും. അവസാനം എന്താണ്, നമ്മൾക്കത് വലിയൊരു ഉപദ്രവമായി തീരും. അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേരിൽ തന്നെ കിട്ടും. ഫിഷിംഗ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് മീനെ പിടിക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ ഇര ഇട്ട് കൊടുക്കും അല്ലെ, ഒരു കുഞ്ഞു മീനെ ഇട്ട് കൊടുക്കും, എന്നിട്ട് വലിയ മീനെ പിടിക്കും അല്ലേ. അതേപോലെ തന്നെ സംഭവമാണ് ഇപ്പൊ നിങ്ങളുടെ ഫോണിലൊക്കെ സാധാരണ വരാറുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയൊരു കമ്പനിയുടെ അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനത്തിന്റെ ഒക്കെ, ഇപ്പൊ ലുലുവിന്റെ ഒക്കെ 100ാം വാർഷികമാണ്. അപ്പൊ നിങ്ങൾ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഓഫറുകൾ നൽകുന്നു, നിങ്ങൾ സ്പിൻ ചെയ്യുക, അത് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ് അടിക്കുന്നൊക്കെ പറയും. ആര് സ്പിൻ ചെയ്താലും അതിൽ പ്രൈസ് കിട്ടുന്നത് ഐഫോണൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇത്ര രൂപ ക്യാഷ് പ്രൈസ്, 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞു വരും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും ഈ പൈസ എന്നൊക്കെ പറഞ്ഞു വരും. നമ്മൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കും അല്ലെ. എന്നിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയും കൂടി പോകും. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ അത് തന്നെ വേണമെന്നില്ലേ. ഇപ്പൊ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാണ്, നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ലുലു മാളിന്റെ അല്ലെങ്കിൽ ലുലു ഗ്രൂപ്പിന്റെ ഇത്ര 50ാം വാർഷികത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഓഫറുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഒക്കെ തരും. നമ്മൾ എന്ത് ചെയ്യും, നേരെ ചാടി കയറിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ നമ്മുടെ എല്ലാ ഡാറ്റാസും നമ്മുടെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും.
ഈവൻ നമ്മുടെ ഫോട്ടോ അടക്കം നമ്മളപ്പോൾ സംസാരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് കുറെ വീഡിയോസ് ഒക്കെ വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ ആ യൂസ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ അടക്കം എവിടേക്ക് ചെല്ലും? അവരിലേക്ക് ചെല്ലും. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് അടക്കം അവർക്ക് കിട്ടാണ്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഫിഷിംഗ്, അതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയാം. ഇനി അതിനു വേണ്ടി ഇങ്ങനെ വെബ്സൈറ്റുകൾ നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ സ്പൂഫിംഗ് എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾക്ക് ഒരു മെസ്സേജ് വരാണ്, നിങ്ങളുടെ ഇതിൽ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വരാണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ലുലു ഗ്രൂപ്പിന്റെ ഇപ്പൊ 100ാമത്തെ വാർഷികമാണ്, അതിന് നിങ്ങൾക്ക് ഓഫറുകൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പ്രൈസ് അടിച്ചിരിക്കുന്നു, നിങ്ങൾ അത് ഇത് ചെയ്യാൻ വേണ്ടി ഇന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അടിയിൽ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് തരും ഇല്ലേ. അപ്പൊ ആ വെബ്സൈറ്റിന്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന നിമിഷം അത് വേറൊരു പുതിയ വെബ്സൈറ്റിലേക്ക് പോകും. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഡാറ്റാസ് മുഴുവൻ അവർ ചോർത്തെടുക്കുകയാണ്. നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഡാറ്റാസും അവർ ചോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇങ്ങനത്തെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സ്പൂഫിംഗ് എന്ന് പറയാം. സ്പൂഫിംഗ്. ഇനി ഇങ്ങനെ നമ്മൾ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി നമ്മളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസിനെ മോഷ്ടിക്കുന്നതിനെ പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ആ കുറ്റകൃത്യത്തിന് പറയുന്ന പേരാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഫിഷിങ്ങും സ്പൂഫിങ്ങും എന്താന്ന് പറഞ്ഞില്ലേ. ഇനി അതുപോലെ തന്നെ സ്പാമിംഗ് ഉണ്ട്. സ്പാമിംഗ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അതായത് ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ, ഒരുപാട് അഡ്വർടൈസ്മെന്റുകൾ നമ്മുടെ ഈ ജിമെയിലൊക്കെ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് നമ്മളുടെ ഒരു സമ്മതമില്ലേ, നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളോട് അനുവാദം ഒന്നും വാങ്ങിക്കാതെ അവരുടെ കുറെ അഡ്വർടൈസ്മെന്റുകൾ നമ്മുടെ ഇതിലേക്ക് മെയിലിലേക്ക് ഇങ്ങനെ ചെറപറ കുറെ അയക്കും. അങ്ങനെ അയച്ചാൽ എന്ത് സംഭവിക്കും? അവസാനം നമ്മളുടെ ഇതിൽ നമുക്ക് ആവശ്യമുള്ള മെയിലുകൾ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും അല്ലെ. കുറേ മെയിലുകൾ ഇങ്ങനെ വന്ന് കിടക്കണം. അതിന്റെ ഇടയിൽ ഇപ്പൊ നമ്മുടെ PSC നമുക്കൊരു മെയിൽ വന്നിരിക്കുന്നതാണ്, നമ്മളത് ശ്രദ്ധിക്കില്ല. കാരണം എന്താ? കുറെ അൺറീഡ് ആയിട്ടുള്ള കുറെ മെസ്സേജിന്റെ ഇടയിൽ നമ്മൾക്ക് അത്യാവശ്യമുള്ള ഒരു മെയിൽ വന്നാൽ പോലും നമുക്ക് ശ്രദ്ധിക്കില്ല അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ അഡ്വർടൈസ്മെന്റുകൾ, സ്പാമുകൾ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ സ്പാമിംഗ് എന്ന് പറയുക. അതായത് ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ പ്രചരണത്തിന് വേണ്ടി എല്ലാവർക്കും അയക്കപ്പെടുന്ന സന്ദേശങ്ങളെയാണ് സ്പാമുകൾ അല്ലെങ്കിൽ ജങ്ക് മെയിൽസുകൾ എന്ന് പറയാം. മനസ്സിലായില്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി അടുത്തത് സ്പൈവെയർ എന്താന്നുള്ളത്. നമ്മൾ സാധാരണ സ്പൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒറ്റുകാരെന്നൊക്കെ പറയും. അതായത് നമ്മുടെ കൂടെ കൂടിയിട്ട് നമ്മളുടെ വിവരങ്ങൾ മറ്റൊരാൾക്ക് ചോർത്തി കൊടുക്കുന്നവരെയാണ് നമ്മൾ ചാരന്മാർ, സ്പൈ എന്നൊക്കെ പറയാം. അപ്പൊ അതേപോലെ തന്നെ, അതായത് ഒരു ഉപഭോക്താവിന്റെ കമ്പ്യൂട്ടറിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ നിന്നും ആ ഡാറ്റാസ് ശേഖരിച്ച് മറ്റൊരു കക്ഷിക്ക്, മൂന്നാമതൊരു കക്ഷിക്ക് അയച്ചു കൊടുക്കുക, സെൻഡ് ചെയ്ത് കൊടുക്കുക, നമ്മളുടെ സമ്മതമില്ലാതെ അല്ലെ. അതന്നെയല്ലേ സാധാരണ നമ്മൾ സ്പൈ, അവനൊരു സ്പൈ ആണ് അല്ലെങ്കിൽ അവനൊരു ചാരനാണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ കൂടെ കൂടി നമ്മുടെ വിവരങ്ങൾ മുഴുവൻ ചോർത്തി എടുത്തിട്ട് നമ്മുടെ സമ്മതമില്ലാതെ മൂന്നാമതൊരാൾക്ക് ഒരു കൈമാറുക. അതിനെയാണ് നമ്മൾ സ്പൈ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ചാരപ്പണി ചെയ്യുക എന്നൊക്കെ പറയാം. അതേപോലെ തന്നെയാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് മൂന്നാമതൊരാൾക്ക് കൈമാറാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്പൈവെയർ എന്ന് പറയാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആണല്ലോ. വൈറസ് എന്താന്ന് പറഞ്ഞു, വേം എന്താന്ന് പറഞ്ഞു. വൈറസും വേമും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണം. വേമാണ് തന്നെത്താനെ പകർപ്പുകൾ ഉണ്ടാക്കി സ്വയം ഇങ്ങനെ കോപ്പീസ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളാണ് വേം എന്ന് പറയുന്നത്. കൂടുതൽ അപകടകാരിയായിട്ടുള്ള സാധനമാണ് വേം എന്ന് പറയുന്നത്. പിന്നെ ട്രോജൻ ഹോഴ്സ് എന്താന്ന് പറഞ്ഞു അല്ലെ. നമുക്ക് ഉപകാരം എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആളാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടാണ്? ഫിഷിങ്ങിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഫിഷിങ് അതായത് പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇത്ര ഓഫർ കിട്ടും, ഇന്നത് കിട്ടും, ഇന്ന സമ്മാനമുണ്ട്, നിങ്ങളുടെ ഇതിൽ ക്ലിക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ സംഭവങ്ങൾ അയച്ചു തന്നിട്ട് അവർ നമ്മുടെ ഡാറ്റാസ് മുഴുവനും ഇത് ചോർത്തിക്കൊണ്ട് പോകൂലേ. അത്തരത്തിലുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫിഷിംഗ് എന്ന് പറയാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഇതിന് ഫിഷിംഗ് നടത്താൻ വേണ്ടി വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്പൂഫിംഗ് എന്ന് പറയാം. സ്പൂഫിംഗ്. സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതില്ലാതെ, അനുവാദമില്ലാതെ സേവനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയൊക്കെ കുറെ പരസ്യങ്ങൾ നമ്മുടെ മെയിലേക്ക് ഇങ്ങനെ കുറെ സെൻഡ് ചെയ്യുക, ബൾക്കായിട്ട് സെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? ജങ്ക് മെയിൽ അല്ലെങ്കിൽ സ്പാംസ് എന്നൊക്കെ പറയാം. സ്പൈവെയർ എന്ന് വെച്ചാൽ ഒരു സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുക. അതായത് നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്നിട്ട് നമ്മുടെ ഡാറ്റാസ് മുഴുവൻ എടുത്ത് മൂന്നാമതൊരാൾക്ക് അയച്ചു കൊടുക്കുക. അതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ സ്പൈവെയറുകൾ എന്ന് പറയുക. അപ്പൊ ഇതൊക്കെ എന്താണ്? സൈബർ കുറ്റകൃത്യങ്ങളാണ്. അപ്പൊ ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് പരിചയമായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാലോ. നമ്മുടെ ഈ ഗവേണൻസ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലേ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ആരംഭിച്ചത്. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇ കൊമേഴ്സ് എന്ന് പറയുന്നതിൽ തന്നെ G2G എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഗവൺമെന്റ് ടു ഗവൺമെന്റ് സർവീസിനെയാണ് നമ്മൾ G2G എന്ന് പറയാം. G2C എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടു കസ്റ്റമർ
അല്ലെ, ഗവൺമെന്റ് ടു കസ്റ്റമർ ആണ് അല്ലെങ്കിൽ കൺസ്യൂമർ ആണ് G2C എന്ന് പറയുന്നത്. അതേപോലെ തന്നെ C2C ഉണ്ട്. C2C എന്ന് പറയുമ്പോൾ കൺസ്യൂമർ ടു കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ടു കസ്റ്റമർ. B2B ഉണ്ട്, ബിസിനസ് ടു ബിസിനസ് അല്ലെ. അത്തരത്തില് അതായത് എങ്ങനെയാണോ ഇത് അവിടെ വ്യാപാരം നടക്കുന്നത്, ഒരു ബിസിനസ്സിൽ നിന്നും മറ്റൊരു ബിസിനസ്സിലേക്കാണെങ്കിൽ B2B എന്ന് പറയും. ഗവൺമെന്റിൽ നിന്നും നമ്മുടെ കൺസ്യൂമേഴ്സിലേക്കാണെങ്കിൽ അതിനെ G2C എന്ന് പറയും. ഇനി അല്ല ഗവൺമെന്റിൽ നിന്നും എംപ്ലോയീസിലേക്കാണെന്നുണ്ടെങ്കിൽ G2E എന്ന് പറയും. അത്തരത്തിൽ പലതരം കൊമേഴ്സ് സർവീസുകൾ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞതാണ്. നമുക്ക് ഇതിനേക്കാളും നന്നായിട്ട് ഇനി അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി നന്നായി ക്ലാസ്സുകൾ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ LDCക്ക് പെട്ടെന്ന് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്പീഡിൽ കുറച്ച് വേഗം അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.